അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൈനേരി പഞ്ചായത്തിലെ 14-ാം വാർഡിലാണ്. ഈ 14-ാം വാർഡിൽ 3 സ്ഥാനാർത്ഥികൾ, അതായത് LDFിൻ്റെ, UDFിൻ്റെ, BJPയുടെ ഈ 3 സ്ഥാനാർത്ഥികളെ നമ്മൾ പോയി കണ്ടൊരു ചോദ്യം ചോദിക്കാൻ പോകണം. ചോദ്യം വെറും സിമ്പിളാണ്. നിങ്ങൾ ജയിച്ചാൽ നിങ്ങളിവിടെ എന്ത് ചെയ്യും? ഇത്രയുള്ള ചോദ്യം. ഇതിന് അവരെന്ത് മറുപടി ആയിരുന്നു. അപ്പം 14-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി സിന്ധു അജയഘോഷ്, 14-ാം വാർഡിൽ നിന്ന് LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ജനവിധി. അപ്പം ഞങ്ങളുടെ ചോദ്യം ഇത്രേ ഉള്ളൂ. നിങ്ങൾ വിജയിച്ചാൽ 14-ാം വാർഡിന് എന്ത് ചെയ്യും? നാടിന് വേണ്ടി എല്ലാ വികസന പ്രവർത്തനങ്ങളിലും നമ്മുടെ നാട്ടുകാരുടെ ഏത് പ്രശ്നത്തിനാണെങ്കിലും ഓടിയെത്തി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. പിന്നെ നമ്മളിപ്പോൾ കുറച്ച് വികസനം ഇവിടെ നമ്മുടെ വഴി, കുടിവെള്ളം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും ആദ്യമായിട്ട് ഏത് ഇതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടതെന്ന് ജനങ്ങളുമായിട്ട് ഇപ്പം പറയുമല്ലോ. നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇപ്പം നമുക്ക് നടക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടുത്തെ വഴിയെക്കുറിച്ചെല്ലാം മൊത്തമായിട്ട് അറിയാം. അന്നേരം അവരുടെ കാര്യങ്ങൾ നമുക്ക് ഏറ്റവും മുൻതൂക്കം കൊടുക്കേണ്ട വഴികൾ ചെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ടാകും. അപ്പോൾ കുടിവെള്ളത്തിൻ്റെ ആണെങ്കിലും ഇപ്പോൾ ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്. കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. അത് ഇപ്പോൾ ഒരു 10 മാസത്തിനകം കുടിവെള്ളത്തിൻ്റെ പ്രശ്നം തീരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതാണ് ആഗ്രഹം. എല്ലാവിധ വിജയാശംസകളും. അപ്പോൾ അടുത്തതായി UDF സ്ഥാനാർത്ഥി. എൻ്റെ പേര് ധന്യ വിനോദ്, കൈനേരി പഞ്ചായത്തിൻ്റെ 14-ാം വാർഡിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ചോദ്യം, നിങ്ങൾ വിജയിച്ചാൽ 14-ാം വാർഡിന് എന്ത് ചെയ്യും? ഇപ്പോൾ 14-ാം വാർഡിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടിവെള്ളം തന്നെയാണ്. അപ്പോൾ മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് കുടിവെള്ളം. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുക. പിന്നെ അവർക്ക് വഴിയുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും വെള്ളം, പിന്നെ വഴി, അങ്ങനെ ആനുകാലികമായിട്ടുള്ള മറ്റ് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരുടെ എന്ത് പരാതികളാണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്യാനൊരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ശാശ്വതമായ ഒരു പരിഹാരം കാണാനായിട്ട് തന്നെ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവിധ വിജയാശംസകളും. രാത്രിയായി, പക്ഷെ നമ്മൾ അടുത്തത് BJP സ്ഥാനാർത്ഥി. ഞാൻ കൈനേരി 14-ാം വാർഡിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. 8-ാം വാർഡിൽ നിന്നാണ് ഞാൻ 14-ാം വാർഡിലേക്ക് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിന്ന് മത്സരിക്കുന്നത്. നിങ്ങൾ വിജയിച്ചാൽ 14-ാം വാർഡിന് എന്ത് ചെയ്യും? ഞാൻ അവിടെ നേരിട്ട് പോയി കണ്ടപ്പോൾ അവിടെ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, അതോടൊപ്പം യാത്രാ സൗകര്യങ്ങളില്ല. പിന്നെ ഇപ്പോൾ ഈ 45 വർഷക്കാലം LDF UDF നന്നായി ഭരിച്ചിട്ട് എന്ന് അവർ പറയുന്നു. പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും സംരക്ഷണമോ ഒരു വികസനമോ പോലും വന്നിട്ടില്ലാത്ത ഒരു സ്ഥലമാണത്. എനിക്ക് വോട്ട് ചെയ്ത് അവിടുത്തെ ജനങ്ങൾ എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായും അവർക്ക് വഴിയും വെള്ളവും അതുകൊണ്ട് എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും അവരിൽ ഒരാളായി നിന്ന് ചെയ്തു കൊടുക്കുന്നതാണ്. എനിക്ക് അവരുടെ എല്ലാവരുടെ അടുത്ത് എനിക്ക് വോട്ട് ചെയ്യുമെന്ന് പറയാനേ എനിക്ക് പറ്റുള്ളൂ. അവരാണ് ചിന്തിക്കേണ്ടത്. ഞങ്ങൾക്ക് വഴി വേണം, വെള്ളം വേണം, മറ്റ് സൗകര്യങ്ങളെല്ലാം വേണം. എന്തൊക്കെ ചിന്തിക്കേണ്ടത് അവിടുത്തെ ഓരോ വോട്ടർമാരും വേണം. അവരെല്ലാവരും ഒന്ന് മാറി ചിന്തിക്കുക. ഇത്രയും 45 വർഷക്കാലം LDF UDF അവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടി എന്നാണ് അവർ ചിന്തിക്കേണ്ടത്. അവർ സ്വയം ചിന്തിച്ചിട്ട് എനിക്ക് അവർ ഓരോ സംവിധായകരും എനിക്ക് അവരെ വോട്ട് ചെയ്യുക. അത്രേ എനിക്ക് നിങ്ങളോടായി അഭ്യർത്ഥിക്കാനുണ്ട്. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നിങ്ങളിപ്പോൾ കേട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൈനേരി പഞ്ചായത്തിലെ 14-ാം വാർഡിലെ 3 മുന്നണി സ്ഥാനാർത്ഥികളും നമ്മളെ അറിയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അവർ ജയിച്ചാൽ അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് നിങ്ങളെ അറിയിച്ചിരിക്കുന്നത്, നിങ്ങൾ കേട്ടിരിക്കുന്നത്, ഞാനും കേട്ടിരിക്കുന്നത്. അപ്പം അവർ വിജയിച്ച് കഴിഞ്ഞ് അവർ ചെയ്യുമല്ലോ നമുക്ക് വഴിയെ കണ്ടറിയാം. അപ്പം ഇലക്ഷന് ശേഷം കാണാം. അപ്പം 14-ാം വാർഡിൽ ടാറ്റാ ബൈ ബൈ.